നോമ്പുകാല ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായി നമ്മൾ എടുക്കുന്നത് ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. സിയോനിൽ കാഹളം മുഴക്കുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുവിൻ, മഹാസഭ വിളിച്ചുകൂട്ടുവിൻ, ജനത്തെ ഒരുമിച്ച് കൂട്ടുവിൻ, സമൂഹത്തെ വിശുദ്ധീകരിക്കുവിൻ, ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടുവിൻ, കുട്ടികളെയും മുലകുടിക്കുന്ന ശിശുക്കളെയും ഒന്നിച്ചുകൂട്ടുവിൻ. മണവാളൻ തന്റെ മണവറയും മണവാട്ടി തന്റെ ഉറക്കറയും വിട്ട് പുറത്തു വരട്ടെ. കർത്താവിന് ശുശ്രൂഷകരായ പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, വലിയൊരു ദേശീയ പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് ജോയൽ പ്രവാചകൻ പ്രത്യക്ഷപ്പെടുന്നത്. നിരന്തരമായ ക്ഷാമത്തിനും വരൾച്ചയ്ക്കും ശേഷം അതിഭീകരമായ വെട്ടുക്കിളി ശല്യമുണ്ടായി. പക്ഷിയായതെല്ലാം തിന്നൊടുക്കുന്ന ഈ വെട്ടുക്കിളികളുടെ ശല്യം ഒരു വലിയ നാശത്തിലേക്ക് നയിക്കുന്നു മനസ്സിലാക്കിയ ജനം ഒന്നിച്ച് വിലപിക്കാനായിട്ട് പ്രവാചകൻ ആവശ്യപ്പെട്ടു. വലിയ ഒരു പ്രകൃതി ദുരന്തത്തിന്റെ വക്കിൽ നിന്ന പ്രവാചകൻ ജനങ്ങളോട് പറഞ്ഞു, ഇത് ദൈവം നൽകുന്ന മുന്നറിയിപ്പാണ്, ശിക്ഷയാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ നവീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിലനിൽപ്പുണ്ടാവുകയില്ല. ജോയൽ പ്രവാചകൻ കടന്നു വന്നതുപോലെ അതിന് സമാനമായൊരു കാലഘട്ടത്തിലാണ് നമ്മളും ജീവിക്കുന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം. പ്രകൃതി ദുരന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ആഞ്ഞടിക്കുന്നു. ഈ ഭൂമി തന്നെ സമതല തെറ്റതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അതിനെല്ലാം അടിസ്ഥാനപരമായി ശാസ്ത്രജ്ഞന്മാർ പോലും പറയുന്നു മനുഷ്യന്റെ തെറ്റായ കണക്കുകൂട്ടലുകളും ചെയ്തികളുമാണ്. ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ഇതെല്ലാം ദൈവം നൽകുന്ന അടയാളങ്ങളായി വേണം കണക്കാക്കാൻ. ദൈവം ഈ പ്രപഞ്ചത്തെ മനുഷ്യന് ഏൽപ്പിച്ചു കൊടുത്തത് അതിന്റെ പരമാധികാരിയോ സർവാധികാരിയോ ആയിട്ടല്ല, അതിന്റെ ശുശ്രൂഷകനായിട്ടാണ്. ദൈവത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഈ പ്രപഞ്ചത്തെ പരിപാലിക്കണം, ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണം, ഭൂമിയിൽ കൃഷി ചെയ്യണം. ഇതാണ് ഒരു ബൈബിൾ പശ്ചാത്തലത്തിൽ സംസാരിക്കുക. ഇപ്രകാരം ഭൂമിയിൽ വർത്തിക്കേണ്ട മനുഷ്യൻ തന്റെ തോന്നിയ പോലെ ജീവിച്ച് സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി, സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചത്തെ ദുരുപയോഗിച്ചതിന്റെ ഫലമായി ഇന്ന് ഈ പ്രപഞ്ചം തന്നെ വലിയ ഗതിയിലെത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നമ്മുടെ നോമ്പുകാല ചിന്തയുടെ ഒരു ഭാഗമായി എടുക്കേണ്ടത് പ്രപഞ്ചത്തോടുള്ള എന്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ ഭൂമിയുടെ ഒരു ഭാഗമാണെന്നും എല്ലാവരോടും സ്നേഹത്തോടും സമയോട് ജീവിക്കണമെന്നും എന്നെ ഓർമ്മിപ്പിക്കുന്നു. അതേസമയം എന്റെ ഉത്തരവാദിത്വം ഞാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം മറ്റൊന്നുകൂടി ഉണ്ട്, എന്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം വരുത്തണം, എന്റെ ചിന്തകളിൽ മാറ്റമുണ്ടാകണം. എനിക്ക് ഇവിടെ പരിധികളുണ്ടെന്നും എന്റെ സുഖസൗകര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ടെന്ന കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കന്വാന ദൈവമേ, ഈ പ്രപഞ്ചത്തിൽ വലിയ ഞങ്ങൾ നന്ദി പറയുന്നു. ഉത്തരവാദിത്വത്തോട് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.